ഹലോ ഗൈസ്. അപ്പം പറയുന്നേക്കാവടോ? നീ ഹലോ വെച്ചേ. ഹലോ ഹലോ ഹലോ. ചെക്കിങ് 1 2 3 3. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ മൈക്ക് ഇട്ടിട്ട് ഫസ്റ്റ് വീഡിയോ. മൈക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പം നമുക്ക് മൈക്കൊക്കെ സ്പോൺസർ ചെയ്തായിരുന്നു. മൂപ്പൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമുക്ക് മൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് നമ്മളൊരു ഗ്രില്ല് അടിക്കാനുള്ളൊരു സെറ്റപ്പിലാണ്. വയ്യ പനി. അതിന് പനി. ഇപ്പം ആദ്യം നമുക്ക് ആശുപത്രിയിൽ പോകണം. നമുക്ക് ആശുപത്രിയിൽ ചെന്നിട്ട് കാണാം അല്ലേ? ഓക്കെ ബൈ ബൈ. ഓ ഇതാണ് നീ പറഞ്ഞ ഭയങ്കര വെയിറ്റ് എന്ന്. അത് സൈഡിലോട്ട് ഒതുങ്ങി നിന്നാ. ഹലോ, ഇത് സിദ്ധാർത്ഥ്. പിന്നെ നിന്നെ അറിയത്തില്ല. നമ്മൾ ഇതിലാണെന്ന് ഗ്രില്ല് സെറ്റ് ചെയ്യാൻ പോകണം. അടി നീ ഇതിനകത്ത് ഇറ്റ സാധനങ്ങളൊക്കെ ഇടണ്ടേ ഇനി? ഇല്ല. വീടൊക്കകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ജയിജിത്ത് ആശുപത്രി തന്നെ പോയി. അപ്പം നമ്മളിനി ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങണം. അപ്പം അതിനായിട്ട് ഞാനും ഉണ്ട്, സിദ്ധാർത്ഥും ഉണ്ട്. ചിക്കൻ വാങ്ങാല്ലേ? ചിക്കൻ ആവശ്യമുള്ള മസാലയും എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. കൂടി നോക്കാം. ഏതൊരു എൻട്രി. അപ്പം നമുക്ക് അടുത്തേലും ചോദിച്ചാലാ? ചോദിക്കണ്ടേ? അടുത്തൊക്കെ ചോദിക്കാലോ. ആദ്യം അൽഫാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രിൽ ഷവായി ഉണ്ടാക്കിയ ഷവായിട്ട് കറക്കണമല്ലേ? കറക്കായില്ല നമുക്ക്. അല്ല, നമുക്ക് ഇവിടെ മറ്റേ ഇതിന്റെ ഇതെന്തോന്ന് ചോദിക്കാം. പേസ്റ്റ് എന്തേലും മസാല കൂട്ടം നമുക്ക് അറിയത്തില്ലല്ലോ. എനിക്കൊരു ധാരണയില്ല. ഒരു ചേച്ചി, നമുക്ക് ചേച്ചി എടുത്ത് ചോദിക്കാം. ഗൈസ്, ഇവിടെ ഉണ്ട് ചിക്കൻ കൂട്ട്. മറ്റേ എന്തൊക്കെയാ വേണ്ടെന്ന് അറിയാവോ? ഇല്ല, എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് അതാ ഞാൻ പറഞ്ഞു, ഹൗ ടു മേക്ക്. ഞാൻ അതല്ലല്ലോ, അതിന്റെ ഒരു പേസ്റ്റ് കിട്ടിയാൽ നമുക്ക് എളുപ്പമല്ലേ? അത് തേച്ചു കൊടുത്താൽ പോരെ നേരം. അത് ശരിയാണല്ലോ. ചേച്ചി, ഈ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന പേസ്റ്റോ മസാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതായിരിക്കും തന്തൂരി മിക്സ്. നോക്കട്ടെ. മേക്ക് എ പേസ്റ്റ് ഓഫ് സുഹാന ചിക്കൻ തന്തൂരി മിക്സ് ആൻഡ് കർഡ്. മാരിനേറ്റ് ചിക്കൻ പീസസ് ആൻഡ് കീപ് അസൈഡ് ഫോർ 1 hour. സെറ്റ് മൈക്രോവേവ് അറ്റ് ഗ്രിൽഡ് ചിക്കൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒറ്റെണ്ണം വരും. അത് വേണം. ഇതെല്ലാം ഒന്നും തന്നില്ലേ? ഇല്ല, ചിക്കൻ തന്തൂരി മിക്സ് ഉണ്ട്. ബട്ടർ ചിക്കൻ മസാല. എന്തിനാ നമുക്ക്? അത് വേണ്ട. ശരിയാ, ഇതൊരെണ്ണമായി. നീ ചാർക്കോളും കാര്യങ്ങളും എടുക്കണം. ഗായ്സ്, ഞങ്ങൾ കുറെ വീഡിയോ എടുത്തു, ഒന്നും റെക്കോർഡായില്ല. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ചേച്ചി ഉപ്പിടുന്ന പറഞ്ഞു, എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു. എല്ലാം പോയി. കുഴപ്പമില്ലല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളപ്പം ഇവിടുന്ന് ചിക്കൻ മസാല കാര്യങ്ങളെല്ലാം വാങ്ങിയപ്പം ഇനിയെന്ത് നമ്മുടെ പരിപാടി? ചിക്കൻ വാങ്ങണം. ജയിജിത്ത് ആശുപത്രിയല്ലേ? ജയിജിത്ത് ആശുപത്രിയിലാണ് ഗൈസ്. അപ്പം പനി മാറിയിട്ടില്ല. കൊറോണ ആയിരിക്കും. എനിക്ക് കൊറോണ, നിനക്കും കൊറോണ. ഇല്ല, നമുക്കിന്ന് ചിക്കനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതാ ചിക്കൻ കഴിച്ചവന്റെ പനി മാറിയാലോ ചിലപ്പോ. ടേസ്റ്റ് ഉണ്ടോ നോക്കാം. നമ്മളുണ്ടാക്കുന്ന ചിക്കൻ അല്ല, എന്ത് ടേസ്റ്റ് വരായിരിക്കും. ടേസ്റ്റ് അറിയാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമ്മളെല്ലാരും നാളെ ആശുപത്രിയിൽ പോണം കേട്ടാ. ഗൈസ്, അപ്പൊ നമുക്ക് ഇപ്പം ചിക്കൻ വാങ്ങാൻ പോവല്ലേ? ചിക്കൻ വാങ്ങാൻ പോവാം. അപ്പൊ നമുക്ക് ചിക്കൻ വാങ്ങാൻ പോവാം. ചിക്കൻ നമുക്ക് നോക്കാം എത്രയാണ് കിലോ. 170 രൂപ കിലോ. നമ്മളപ്പോ എവിടുന്ന് വാങ്ങും ചിക്കൻ? പലയിടത്തും പല റേറ്റാ. നമുക്ക് എവിടുന്നേലും ഒരു ചിക്കൻ അങ്ങ് വാങ്ങാം. അല്ലടാ, ഞാൻ പറയുന്നത് അന്ന് പോയി വാങ്ങിയിട്ടൊന്ന് വാങ്ങിച്ചാലോ? നമ്മളന്ന് വെയിറ്റ് ചെയ്ത് അന്ന് അങ്ങോട്ട് പോട്ട്. 20 എടുത്തു അല്ലേ? 20 പൂരത്തല്ലേ? Come, let's go to Iraypuram and let's buy some chicken. You come there, I will. Okay, that's it. Okay. നമുക്ക് ചിക്കൻ പൊടിയൊക്കെ ആയിട്ട് അപ്പുറത്ത് വെക്കാം.
കാരണം ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട്, പെറ്റിയൊക്കെ അടിച്ചു കൂട്ടും, അപ്പുറത്ത് പോലീസുകാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിന് വെറുതെ ഒരു പെറ്റിയൊക്കെ കൊടുക്കുന്ന. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. സിദ്ധാർത്ഥ് വരട്ട്. വെയിറ്റിംഗ് ഫോർ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, വേർ ആർ യു? സിദ്ധാർത്ഥ് എവിടെയാണ്? സിദ്ധാർത്ഥിനെ പോലീസ് തൂക്കി. ഓ മൈ ഗോഡ്, സിദ്ധാർത്ഥ് സോ ബാഡ്. കടപ്പായാലും സിദ്ധാർത്ഥിനെ പോലീസ് തൂക്കി. നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. അവിടെ യൂട്ടേൺ ഇല്ലായിരുന്നു. അവിടെ യൂട്ടേൺ ഇല്ലേ? അതിനാണ് ഞാൻ വിചാരിച്ചേ. ഒന്നുമില്ല, ചുമ്മാ തമാശക്ക് ചെയ്യാത്. പിന്നെ വണ്ടി ഓഫി, ലൈറ്റ് എന്ത് ചെയ്യാ, ഹെഡ്ലൈറ്റ് ഓണാക്കാൻ മറന്നു വിടാ. എന്തോ നിർത്തി. പുള്ളി ചൂടായി. ഒന്നുമില്ല, നമ്മളെ ചെയ്യും, സ്ട്രോങ് ആയിട്ട് നിൽക്കണം, മനസ്സിലായ. ഞാൻ പിന്നെ എന്താണ്, എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്തത്. ചിക്കൻ കിട്ടിയാ മതിയായിരുന്നല്ലേ. അൽഫാം പിന്നെ ചിക്കൻ എന്തിനാ വാങ്ങുന്നത്? ചിക്കനോ മസാലയുമായിട്ട് അൽഫാം ഉണ്ടാ വാങ്ങാം. എന്തെങ്കിലും ചെയ്യാന്ന ഇതൊക്കെയാണ് ഇവന്മാരുടെ പ്രശ്നം. ചിക്കൻ വാങ്ങി വെച്ചിട്ട് അൽഫാം വേറെ വാങ്ങിയാലാണ്. ഇങ്ങനൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്ന. നമ്മളോരോന്നൊക്കെ ഇങ്ങനെ പഠിക്കണം. ഗൈസ്, മഴയൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടു കോഴി എടുത്തു. അത് ഇന്നെ കിട്ടിയിട്ട് അടുത്തൊരു ചെറിയൊരു കോഴി കൂടെ നിങ്ങൾ എൻ്റെ ഒരുപോലെ ഇരിക്കുന്നു അല്ലേ? നീ 2 കോഴീനെ കൊന്നല്ലോ ഒളിയാന്ന്. നല്ല വിഷമമുണ്ട്. പക്ഷെ കഴിച്ചങ്ങ് തീർക്കാം. ഗൂഗിൾ പേ. ഇജിത്തൊക്കെ വന്നു. ജയിത്തൊക്കെ അപ്പം ഇവിടുന്ന് ചിക്കൻ വാങ്ങും. നമ്മളെന്താ പോകുന്നത്? കരിയാണ്. അപ്പൊ ഓക്കെ, ബൈ. അങ്ങനെ നമുക്ക് കരി എല്ലാം കിട്ടി. 50 രൂപയ്ക്ക് കരി മതി. ഇത്രയും കരി വേണമായിരുന്നോ? എനിക്കറിയത്തില്ല, നോക്കാം നമുക്കല്ലേ. ഈ കരിയെ കെട്ടി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവല്ലേ. മഴയാണ്, റെയിൻകോട്ടൊക്കെ എടുത്തിരുന്നു. കരിയൊക്കെ കിട്ടിയപ്പോ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോവാം. ഈ വീട്ടിൽ നമുക്ക് റോഡിൽ കൂടെ പോവാം. അപ്പൊ ഈ ബാക്കി വിശേഷങ്ങൾ നമുക്കെല്ലാം റോഡിൽ വീട്ടിൽ ചെന്നിട്ട് കാണാം. ആവശ്യമില്ല നമുക്ക്. എന്ത് സംഭവം? ഇത് മസാല ഇല്ലേ? തൈരുണ്ടോ? തൈര് വേണോ? പുളിപ്പ് വേണ്ട. ശരി, നാരങ്ങ ഇരിപ്പുണ്ടോ? നാരങ്ങ ഇതൊക്കെ വേണം. അല്ല, ഞങ്ങളെ ബഡ്ജറ്റ് തീർന്നു വിഷയം. ഇത് കഴുകണം. ഇത് കഴുക. ഈ ചിക്കൻ ഒന്ന് കഴുകി തരുമോ? വീട്ടിലെ ഷെഫാ അല്ലേ? ഈ ചിക്കൻ കൊണ്ടുവെക്കോ? ഞാൻ എടുത്തോണ്ട് തരാം. ചിക്കൻ വൃത്തിയാക്കി തന്നാൽ ബാക്കി മസാല ഒക്കെ നമ്മള് വരയാനൊക്കെ നമ്മള് ചെയ്യാം. ചിക്കൻ ഇതാക്കി തന്നാൽ മതി. ചിക്കൻ വരയുണ്ട് മസാല പിടിക്കാനായിട്ട്. 10 പീസായിട്ട് കട്ട് ചെയ്ത്. 20 പീസ് ഉണ്ടോ? എന്ത് നിനക്ക് കഴിക്കണ്ടേ? നേരത്തി മറ്റേ ഇത് എന്താ കർപ്പൂരട്ടാതി കർപ്പൂരട്ടായിട്ട് കത്തിച്ചാന്ന് പറഞ്ഞു. ചെയ്യാം, എന്തായാലും സെറ്റ് ചെയ്യാം. ഇനി ഇത് കഴുകണം അല്ലേ? നമുക്ക് കഴുകാം. ചകിരി
സ്ക്രബ്ബറാ? നീ തേങ്ങയുടെ മറ്റേ സാധനം കണ്ടോ ഇങ്ങനെ വരയ്ക്കുന്ന? സ്ക്രബ്ബർ ചകിരി എടുത്തോണ്ട് വേണ. ചകിരി ഉണ്ടോ മാറ്റ കഴിയാൻ സഹായിക്കുന്ന നിങ്ങളെ. അല്ല നമുക്ക് ആദ്യം ഒന്ന് വെള്ളം തറയിക്കാലേ. ഇതുണ്ടോ ചകിരി ഉണ്ടോ? ചകിരി തേങ്ങ എവിടെ ഇരിക്കുന്നത്? തേങ്ങ അതല്ലടാ തേങ്ങയുടെ തൊണ്ട് വേണ്ടേ? തൊണ്ട് തേങ്ങയുടെ തൊണ്ട്. നമുക്ക് ഇനി ഗൈസ് ഇവിടെയാണ് ഗ്രില്ല് വെക്കുന്നത്. ഇവിടെയാണ് നമ്മള് ചിക്കനെ ഇട്ട് ഇതാക്കാൻ പോകുന്നത്. ഒരെണ്ണം നീ അവിടെ വെച്ച് കഴിക്കും. ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല ഇത് എന്ത് നമ്മള് തേച്ച് കഴിവ് ഉദ്ദേശിക്കുന്നത്? ചിക്കനൊക്കെ വെച്ച് കഴിക്കാം. അതല്ല ഇത് എലിയോ ഇതൊക്കെ കേറി ഇരുന്നാണെങ്കിലാ. മനസ്സിലായ? എന്തുവാ എടാ എനിക്ക് മൈൻഡ് വർക്ക് ആവുന്നില്ല കുറച്ച്. ജയിത്ത് എവിടെ? ജയത്തിന് പനി. ആശുപത്രി പോട്ടെ. ആശുപത്രി വേറെ കോമഡി. അവിടെ പോയി മനിങ്ങനെ മുമ്പിൽ ഇരിക്കുകയാണ് ഡോക്ടർ. ഒരു അമ്മാവ വന്നു. ഞാനും ഡോക്ടർ മാത്രം മുമ്പിൽ ഇരിക്കുന്നു. ഒരമ്മാവ എന്താ പറയാ, എന്തോ കുഴപ്പം, ഒരു പട്ടി വന്ന് കാലിൽ തട്ടി. ഞാനും ഡോക്ടർ മോമോ ചിരിച്ചോണ്ടിരിക്കുന്നു. പട്ടി വന്ന് കാലിൽ തട്ടി. ഇതാണ് പ്രശ്നം. വേറെ പ്രശ്നമൊന്നുമില്ല. പട്ടി വന്ന് കാലിൽ തട്ടി. ഞാൻ ഇപ്പൊ എന്താന്നറിയാ, മറ്റേ പട്ടികൾക്കൊക്കെ എന്തോ സീനില്ലേ? അപ്പം അറിയത്തില്ല. അപ്പൊ നമുക്ക് ആ ടോപ്പ് ഇടാം. തുറന്നോളാ. വീരരേഖ ഇങ്ങനെ ഞാൻ എന്തോ പറഞ്ഞായിരുന്ന ആന്റി. മുതുക്ക് കട്ടയാണ്. കരിയിടാ ചിക്കൻ മാരിനേറ്റ് ആയില്ലേ? ഇങ്ങനെ സെറ്റ് ഇത് കത്തണമെങ്കിൽ എത്ര സമയം എടുക്കും അറിയാം? എനിക്കറിയാം, അതാ ഞാൻ പറയുന്നേ. പൊട്ടിക്കണോ? ഇത് എന്തോ കത്തി വരുമ്പോ ഇടിച്ചു ചെറിയ കത്തിക്കുമ്പോഴല്ലേ? പക്ഷെ പൈപ്പ് എന്തെങ്കിലുമൊക്കെ വേണം ഊതാനായിട്ട്. അതായാലും മതി. നമുക്ക് പോഡ്കാസ്റ്റ് എടുക്കാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ച മുന്നേ. നമ്മള് കൊറേയൊക്കെ ട്രൈ ചെയ്ത്, പക്ഷെ അതിനകത്ത് കുറച്ചെടുത്ത്, പക്ഷെ അതിന് കുറെ കാര്യങ്ങളുണ്ട്, കടമ്പകളുണ്ട് കുറെ ആയിട്ട്. അപ്പൊ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും എളുപ്പമുള്ള പരിപാടിയല്ല. നമ്മള് ഒരു മിനിറ്റ് വരെ നമുക്ക് ചുമ്മാ മിണ്ടായിരിക്കാൻ നമുക്ക് സംസാരിക്കാനായിട്ടൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം വേണമെന്ന് നമുക്ക് നോക്കിയപ്പോ മനസ്സിലായി. അപ്പം മാത്രം എവിടെ ഇരുത്താ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. എന്താണ് മാത്തൻ? പറ മാത്തൻ, എന്താണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാനുള്ള? എന്നെ നക്കാനല്ല പറഞ്ഞു, അങ്ങോട്ട് പറ. എന്താണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം? പോഡ്കാസ്റ്റ് കൊണ്ടുവന്നാല് പോഡ്കാസ്റ്റ് സൈഡ് ഇരുത്താം. ചിക്കൻ മറ്റേ സംഭവം ചെയ്ത് മാരിനേറ്റ് ആ സംഭവം നമുക്ക് ഒരു മണിക്കൂർ ചെയ്തു തരാന്ന് പറഞ്ഞില്ലേ? കഴിവിയല്ല, മസാല നല്ല ചെയ്തു തരാന്ന് പറഞ്ഞു. നമ്മള് മേടിച്ച് താണ്ട നമ്മള് ബ്രാൻഡ് ഒന്നും കാണിക്കുന്നില്ല. ബ്രാൻഡ് കാണിക്കണോ? സുഹാനയുടെ വാങ്ങിയിരുന്നത്. സാറ് പറയുന്നത് വേറെന്തൊക്കെ അഡീഷണൽ പറയുന്നു. തൈരല്ലടാ പൊട്ട, എല്ലാം കൂടെ വേറൊരു മസാല ചേർക്കാന്നാ പറഞ്ഞത്. ക്യാമറമാൻ പോരാ. ക്യാമറമാൻ ഭയങ്കര ബിസി, ഫോണില് മെസ്സേജും. നമുക്ക് ഇതിന്റെ ഒന്നും ഇതില്ലേ? നമ്മക്കൊന്നും ആ ഒരു പ്രശ്നമില്ല. എല്ലാരും ആ ഫോണിൽ കാണിച്ച് കണ്ടോ? കണ്ടാ? ഇത് തന്നെ ക്യാമറയുടെ പുറകെ ഇരുന്ന് പരിപാടി. ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. അറിയാൻ പറ്റത്തില്ല. നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ വന്നു. ഇപ്പൊ എന്നെ പോലീസ് പിടിച്ച്, അത് ഞാൻ വിചാരിച്ചാണ്, ഞാൻ വളയ്ക്കാനായിട്ട് പോയതാ. പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് കേട്ടാ. കാരണം ഞാൻ ഹെഡ്ലൈറ്റ് എല്ലാരും വളയ്ക്കുന്നേ എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കാത്ത അവിടെ സ്പേസ് കിടക്കുന്നു, ഞാൻ അവിടെ വളയ്ക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് ഇവര് നിക്കുമ്പോ ഞാൻ വിചാരിക്കുന്നത് എന്തുവാ നടുക്കൂടെ വളക്കി പോവാന്നാ. പക്ഷെ പെട്ടെന്ന് ചാടി വീണപ്പോ ഞാൻ പേടിച്ചു പോയി. ഞാൻ നോക്കാൻ നേരത്ത് നീ ആദ്യമേ അങ്ങോട്ട് ഓടുന്നു, പിന്നെ കൈയാണിച്ച് വിളിച്ചപ്പോഴാണ് ഇയാൾ തിരിച്ചു വരുന്നത്.
ഞാനിവിടെ എവിടെ നിന്ന് കൈയൊക്കെ പൊക്കി കാണിക്കുന്നു. ആറാണ് മസാല കാര്യങ്ങളെല്ലാം. ഇതില് 1 കിലോ ചിക്കൻ ഉള്ളതേ ഉള്ളൂ. 4 കിലോ. ആ, ഒരു തൈരും 2 നാരങ്ങ. 4 കിലോ ചിക്കൻ ഉണ്ടത്. അതിനകത്ത് 1 കിലോ ചിക്കൻ ഉള്ളതേ ഉള്ളൂ മസാല. അപ്പം ബാക്കി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി ഒരു തൈര് 1 നാരങ്ങ വാങ്ങണം. തൈരും നാരങ്ങ വാങ്ങി തരാം. മഴയത്ത് ഗ്രില്ലടിക്കാലോ. സെറ്റ് ചെയ്യോ? അപ്പൊ സെറ്റ് ചെയ്തിട്ട് കാണാല്ലേ എല്ലാം. നല്ല മഴയാ. ഇവിടെ നിന്ന് ചിരട്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഇതപ്പോ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് കാണാം കേട്ടോ. ബൈ. മഴയുണ്ടോ? എങ്ങനെയുണ്ട് മഴയത്ത്? ഐശ്വര്യമായിട്ട് തുടങ്ങുമല്ലേ? നമ്മൾ ചിരട്ട കത്തിക്കുക. ഇത് ഇനി സെറ്റ് ചെയ്യണം അല്ലേ? ചിരട്ട മൊത്തം കനലാക്കും. ഇപ്പം നമ്മൾ ചിരട്ട കത്തിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കനലെല്ലാം കത്തും അല്ലേ? അങ്ങനെ എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അവിടെ നമ്മൾ കനലെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വെക്കുന്നു. ഇവിടെ പാറു ചിക്കനൊന്നും ആയില്ലേ? പാറു ഇതൊന്നും പരിപാടി കാണിക്കുന്നു. ഇതുണ്ടല്ലേ മസാലയൊക്കെ പരട്ടിയിട്ടേ ഫ്രിഡ്ജിൽ. നല്ല അഭിപ്രായം. ഇതുണ്ടല്ലേ മസാല എല്ലാം വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ. എല്ലാം ഞാൻ തന്നെ എത്തിക്കണം. അല്ലടാ എല്ലായിടത്തും ഞാൻ തന്നെ ഇങ്ങനെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എല്ലാം ഇങ്ങനെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത്ര ഞാൻ ചെയ്തില്ലേ, കുറച്ചൊക്കെ ചെയ്യും. അതൊക്കെ പഠിച്ച് നമ്മളും ചെയ്യും. ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യും. ഇങ്ങനെ ഒറ്റയ്ക്ക് 4 പേരെ. ഞങ്ങൾക്കൊക്കെ അറിയാടേ. പിന്നെ ഞങ്ങളുണ്ടല്ലേ, നമ്മള് ചെയ്യാത്ത അല്ലടാ. നിനക്ക് കാണാനായിട്ടാണോ നമ്മൾ വീഡിയോ എടുക്കുന്നത്? പിന്നെന്തിനാ നിനക്ക് കാണണ്ട? ആ അതാ ഇതിനകത്തിട്ട് ഇതാക്കിയത് ചിക്കൻ ഇട്ട്. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നീ മിക്സ് ചെയ്യണ്ട. ഇതിനകത്തോട്ട് നേരെ ഒഴിക്കുക. കണ്ട ഇതിനകത്തോട്ട് ഒഴിക്കുക. കുറച്ച് ഉപ്പ് ഇടുക. അതാ പറഞ്ഞ അതിട്. നല്ല മണം അല്ലേ? മണം കിട്ടിയ പിന്നെ എന്തിനാ? എനിക്ക് തന്തൂരി ചിക്കൻ ഇതല്ല. മാഗി ക്യൂബ് ഉണ്ട് ഇതിനകത്ത്. ഉണ്ടോ? ഓ ഐ സി. ഇതിനകത്ത് അച്ചാറിന്റെ മണം. സത്യം ചെമ്മീൻ അച്ചാറിന്റെ മണം ഇത്. ചെമ്മീൻ അച്ചാറിന്റെ മണമല്ലേ? ചെമ്മീൻ അച്ചാർ എന്തോ അറിയാവോ? ചെമ്മീൻ എന്തുവാ അറിയാമോ? എത്രയല്ല പഠിക്കുന്നത്? നമുക്ക് അത്രയും വിവരമില്ലായിരുന്നു 5 പഠിക്കുമ്പോ.
എനിക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയാം. ഞാൻ വിവരം ഇല്ലാത്ത മനസ്സിലായോ? അപ്പോ പറഞ്ഞോട് പറ. പറഞ്ഞോട് കാഞ്ചു. ശരിയാ. ലെമൺ സ്ലൈസ്. പുറത്ത് എന്തോ ഈശ്വര കൈ കൊള്ളുമല്ലോ. ഇംഗ്ലീഷ് മീഡിയം ആണോ? യെസ് യെസ്. പക്ഷെ എനിക്കധികം ഇംഗ്ലീഷ് പറയാറില്ല. വാരിയൊക്കെ തിന്നട്ടെ ഞാൻ. തോന്നിയില്ലേ? വരഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്? വരയണ്ടേ? അങ്ങനെ ഞാൻ ചോദിച്ചത് വരയണ്ടേ? ശരിയാ വരയണ്ടേ. നമുക്കൊരു കത്തെടുത്ത് വരഞ്ഞ് സഹായിച്ചാലോ? ഞാനവിടെ വെട്ടിച്ചു. വരയാനാണ് പാടാണ്. ഞാൻ സൂപ്പർവൈസ് ചെയ്യാൻ കേട്ടോ. സ്ട്രൈറ്റിന് വരയും എന്റെ മൂന്ന് ചിരിക്കുന്നു. അങ്ങനെ വരത്തില്ല, നല്ല വരയണം. മസാല അകത്ത് മസാല അകത്ത് കയറണം. രണ്ട് സൈഡും വരയണം. രണ്ട് സൈഡും വരയണം. അകത്തോട്ട് വരയി. ചിക്കൻ നോക്കുന്നു ഇങ്ങനെയാണ് ലെഗ് പീസ് ഇത് ഞാൻ തിന്നും കേട്ടോ ഇന്ന്. തുടക്കമുള്ള ആവേശമുള്ളൂ. എന്റെ അടുത്ത് ചേച്ചി ചോദിച്ചാ ഞാൻ വരുന്നത് എങ്ങനെ ഉണ്ട്? കറക്റ്റ് അല്ലേ? പച്ചക്ക് നിന്നാ ചെറിയൊരു പീസ് എടുത്ത് കറി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതോ ഇതോ മസാല കുറവും ചിക്കൻ തോനെയാണോ? ശരിയാ. ഞാൻ അങ്ങനെ കൂട്ടിയതാ. മറ്റേത് ഇതൊക്കെ ഇപ്പൊ കറക്റ്റ് ഓവർ മസാല ആയെന്ന് തോന്നുന്നു ഇപ്പൊ അല്ലേ? നല്ല മസാല വേണം. യെസ് കറക്റ്റ്. ഇതിനേക്കാൾ തോനാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഞങ്ങള് പോയി അടുത്ത എന്തൊക്കെ വേണം? ചാനലെല്ലാം സെറ്റായി. ഇപ്പൊ നമ്മള് ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ച് ചെയ്തിട്ട് ഇപ്പം അതാ ഇപ്പൊ എല്ലാരും സഹായിക്കാനായി. ഇതൊക്കെ പഠിക്കണ്ടായിരുന്നു കേട്ടോ നമുക്ക്. പക്ഷെ നമ്മൾ എല്ലായിടത്തും ഓടിയിടന്ന് നിന്നുകൊണ്ട് നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റിയില്ല. ചിക്കനെല്ലാം സെറ്റായി. ആ സ്വിച്ച് അത് ചുമ്മാ വെച്ചിരുന്നാൽ മതി. ഇതല്ലേ ഇപ്പൊ നേരെ ഡയറക്റ്റ് ഇടാൻ പറ്റുമോ? ഇതിപ്പോ എണ്ണ വേണ്ട എന്റെ മേലെ? എണ്ണയും മസാലയും കൂടെ തേച്ചിട്ടാണ് ഇങ്ങനെ തേക്കാൻ. ആദ്യം എണ്ണ വെക്കണ്ടേ? വച്ചല്ലേ ഇപ്പൊ എണ്ണ ഇതും എടുക്കണോ അല്ലേ? എണ്ണയും മസാലയും കൂടെ മസാല ഇല്ലേ ചിക്കന് മേളിൽ നമ്മ എണ്ണ തേക്കുമ്പോ വരുന്നതാ മസാല. പറ്റുന്നയാടാ ആയാണ് മസാലയുടെ കളർ വരുന്നത്. അല്ലാണ്ട് മസാല എക്സ്ട്രാ ഇടുന്നല്ലേ. അങ്ങനല്ലേ ആയിരിക്കണം. ഇതിപ്പം ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഇടാവല്ലേ ചിക്കൻ? അതാ ആദ്യം കണ്ട എണ്ണ ഇങ്ങനെ ആക്കണ്ടേ? ഒന്ന് എണ്ണ തൂത്തിട്ട് അല്ലെങ്കിൽ ആ സൈഡും മനസ്സിലായ കൃത്യമായിട്ട് പറഞ്ഞാലേ അറിയത്തില്ല കേട്ടോ. വാഴയുണ്ടോ? എണ്ണ എടുത്ത് ഇല എടുക്കണം. ഇല എടുക്കാൻ ഇല എടുക്കാന്ന് പറഞ്ഞിട്ട് വന്ന സ്ഥലം കണ്ട അവിടുന്ന് എടുക്കാം. അവിടെ വേണ്ട, അപ്പുറത്തുനിന്ന് വെച്ചാ. എപ്പുറത്തുനിന്ന്? അല്ല ഇവിടുന്ന് വെച്ചാലേ. ചുമ്മാ ഇങ്ങനെ വെച്ചാ മതിയാ? ഇത് നോക്കട്ടെ എങ്ങനെ സംഭവം. നീ വെക്കണ്ടേ? മൊത്തം കയറൂ? 20 എണ്ണം കയറൂ? എടുത്ത് വെക്കടാ.
ഞാൻ വെട്ടി ഞാൻ വെച്ചോളാം, നിങ്ങൾ അതെടുത്തോ. എല്ലാവരും കൂടെ കേട്ട് പറയാം. നിങ്ങൾ തന്നെ വെച്ചു എല്ലാരും കൂടെ. ഞാൻ രണ്ടത്തല്ലേടാ തിരിച്ചു വയ്ക്കുന്ന പൊട്ട. അല്ല ഇത് ഇങ്ങോട്ട് എങ്ങനെ ഇങ്ങോട്ട് ഇല്ല, ഇവിടെ വെച്ച് തിരിച്ചിടാൻ പറ്റത്തില്ല. അപ്പൊ എന്തുവാ? ഓ ആ മസാല മൊത്തം മസാല മൊത്തം പാറ്. ലാസ്റ്റ് നാരങ്ങ ഒഴിക്കും. എളുപ്പമുള്ള പണിയല്ലേ. എന്തേലും കുബൂസോ ചപ്പാത്തിയോ വാങ്ങായിരുന്നല്ലേ? ചപ്പാത്തി പിടിച്ച് ചൂടാക്കുന്നല്ലേ നല്ലത്. ചപ്പാത്തി വാങ്ങിട്ട് ചൂടാനോ? ഞാൻ ചെല്ലേ ഇല്ല ഏട്ടാ. അത് ആദ്യം ഇട്ടതാണ് കേട്ടോ, അത് പിന്നിട്ടതാണ്, അതൊന്നും ആയിട്ടില്ല. നിക്കത് തിരിച്ചിട്ടിട്ട് വീശിയാ പോരെ. ഒരു താനിട്ട പോലെ കൊറേ നേരമായിട്ട് ഇങ്ങനെ വീശുവോ? ഇതുള്ളാല് ഇതെല്ലാം ഏകദേശം എന്തിനാണ് പിന്നെ താങ്കൾ ഇങ്ങോട്ട് കുറെ വന്നത്? നാളെ സംസാരിച്ച് ഇവിടെ വന്നപ്പോട്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ സംസാരിച്ച് തീർക്കേണ്ടത് എന്ത് സംസാരിച്ചു തീർക്കാൻ? എളുപ്പമാണ്. ഇവിടെ വരുന്നതാണ് വെള്ളം വെക്കുന്നത്, വേവം ഉണ്ടെന്നാണ് ചേച്ചിയാണ്. ഗ്രേവിയാ? പരിക്കാരൻ്റെ ഇത് കൊടുക്കണോടാ. അമ്മ അയച്ചു. ഇതാ അമ്മ മാത്രമേ ഉള്ളൂ. നീ എടുത്തില്ലേ? ഞാൻ എടുക്കാറുണ്ട്. നമ്മൾ 300 രൂപ. ആ നീ ഗ്രേവി എടുത്ത് പൊട്ടി ചേച്ചി കൊടുക്കും. അങ്ങനുണ്ട് അങ്ങനുണ്ട്. വീട്ടിലുണ്ട് അവിടെ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളായിരുന്നു. അത്ര ഉള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കനൊക്കെ? കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത വെട്ട് നമുക്ക് അഖിലും എല്ലാരുമായിട്ട് എല്ലാരുമായിട്ടില്ലേ എല്ലാരുമായിട്ട് നമുക്കൊരു നമുക്കപ്പൊ ഒരു എന്താ പറയാ കുറച്ചുകൂടെ വലിയ രീതിയിൽ സെറ്റ് ചെയ്ത് അല്ലേ, അല്ലെങ്കിൽ ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇതിലൊരു സെറ്റ് ചെയ്യാം. ബൈ അപ്പം ഇപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ. ബൈ.